പൊന്നാനിയിൽ ബഡ് സ്കൂൾ ബസിന് തീപിടുത്തമുണ്ടായപ്പോൾ സമയോചിതമായ ഇടപെടൽ നടത്തി വൻ ദുരന്തം ഒഴിവാക്കിയ ഡ്രൈവർ അക്ബറിനെ അനുമോദിച്ചു. നഗരസഭാ ഭരണസമിതിയാണ് അക്ബറിന്റെ പ്രവൃത്തിയെ അനുമോദിച്ചത്. ഭിന്നശേഷി കുട്ടികളുമായി പോവുകയായിരുന്ന പൊന്നാനി കടവനാട് ബഡ് സ്കൂളിലെ ബസിന് തീപിടിച്ചിട്ടും സമചിത്തത കൈവെടിയാതെ അപകടത്തിൽ രക്ഷകനായി മാറിയ ബസ് ഡ്രൈവർ അക്ബറിനെയാണ് ഭരണസമിതി അനുമോദിച്ചത്. വലിയൊരു അപകട സാധ്യത മുന്നിൽ കണ്ട് മനസാന്നിധ്യത്തോടെ പ്രവർത്തിച്ച അക്ബറിന്റെ പ്രവൃത്തി മാതൃകയാണെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഈ വാഹനത്തിന് സംഭവിച്ച അഗ്നിബാധ കൃത്യമായി തിരിച്ചറിയുകയും അതിനുള്ള റെമഡി, അതിനുള്ള പരിഹാരം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അതിലിടപെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വലിയ ജീവാപായം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദുരന്തമായിട്ട് അത് അവസാനിക്കുമായിരുന്നു എന്നാണ് അയ്യൂബ് ഖാൻ എന്നോട് പറഞ്ഞത്. അയ്യൂബ് ഖാൻ പറഞ്ഞത്, ഞങ്ങൾ ഫയർഫോഴ്സുകാർക്കല്ല ഇതിന്റെ ക്രെഡിറ്റ്, പൂർണ്ണമായിട്ടും അക്ബറിന്റെ മനസാന്നിധ്യവും ആത്മവിശ്വാസവും എന്നാൽ ധീരതയോടുകൂടി നമുക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു ഇൻസിഡന്റിനെ ധീരതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നേരിടാനുള്ള അക്ബറിന്റെ ആ ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ തന്നെ ഒരു വലിയ ഒരു ദുരന്തത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നതിനുള്ള കാരണമായിട്ട്. അതിൽ 3 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ അഫീഫ് ഉൾപ്പെടെയുള്ള 3 കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഈ രക്ഷാ പ്രവർത്തനം വലിയ രീതിയിൽ പ്രയാസമാകും. കാരണം എല്ലാവരും അടക്കുന്നതിനുള്ള സമയം കിട്ടില്ല. പുഷ്പയും അക്ബറും കൂടിയിട്ടാണ് അവർ രണ്ടുപേരെയും പുറത്തിറക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചിലപ്പോൾ വളരെ നമുക്ക് വേദനയായി മാറാവുന്ന തരത്തിൽ അത് അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നാണ് ഫയർഫോഴ്സിനുള്ള. എന്തായാലും അക്ബറും പുഷ്പയും നടത്തിയിട്ടുള്ള ആ ഒരു ഇടപെടൽ അവസരോചിതമായിട്ട് സൂചിപ്പിച്ച പോലെ അവസരോചിതമായിട്ടുള്ള ആ ഇടപെടലിനോടുള്ള ഐക്യദാർഢ്യവും അതോടൊപ്പം നമ്മുടെ ഈ ഭരണസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിനും അവരെ അനുവദിക്കുന്നതിനും കൂടിയാണ് നമ്മളോട് ചേർന്നുള്ളത്. ബസിൽ പുക ഉയരുന്നത് കണ്ട സാഹചര്യത്തിൽ കുട്ടികളെ പുറത്തെത്തിക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യമെന്നും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതുമാണ് വലിയ ദുരന്തം വഴിമാറാൻ ഇടയായതെന്ന് അക്ബർ പറഞ്ഞു. അഹല്യ ഹോസ്പിറ്റലിൽ എത്താനാവുള്ളൂ. അപ്പോൾ ഒരു പുകയുണ്ട്. അപ്പൊ സാധാരണ ഇപ്പോൾ മഴ പെയ്യുന്നതിനെ കൊണ്ട് റോഡിലൊക്കെ വെള്ളം ഉണ്ടാകുമ്പോൾ ഈ വണ്ടി വലിക്കുമ്പോൾ ഈ ചൂട് തട്ടിയിട്ട് അങ്ങനെ ഒരു പുക വരും. അതാണെന്ന് കരുതി നോക്കുമ്പോൾ അതല്ല പുക, ചെറിയ മണം അടിക്കണം. അപ്പോൾ വണ്ടി ഞാൻ വേഗം ഒതുക്കി നിർത്തി, സൈഡാക്കി നിർത്തി. എനിക്ക് ബോണറ്റ് മെല്ലെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തീ കണ്ടപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞ്, ഇജ്ജ് കുട്ടികളായിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുക. ഓളോട് ആദ്യം കഴിവ് ഉണ്ടില്ല, കാരണം പേടിക്കണ്ടെന്നുള്ള ആൾക്ക് ഉണ്ടില്ല. എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു. ഞാൻ ഓളോട് പറഞ്ഞിട്ട് ഇറങ്ങി കുട്ടികളുടെ വണ്ടി രണ്ടാമത് തീരുമാനമാവും പോകണം. അഭിജണ്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ ഞാൻ ഇറങ്ങി അങ്ങനെ കുട്ടികള് 12 ഇപ്പൊ ചെയർമാനൊക്കെ പറഞ്ഞ മാതിരി ഒരു പിടിച്ചെടുത്ത് കിട്ടുന്ന മക്കളാണ്. അവരങ്ങോട്ട് ഇറക്കി. പക്ഷെ ഈ ഇറക്കിയോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി, ഈ ബോണറ്റ് ഒന്നായിട്ട് ഞാൻ തുറന്നിട്ടുണ്ടെങ്കിൽ പുഷ്പക്കും മക്കൾക്കും വണ്ടിയും പുറത്തേക്ക് പാസഞ്ചർ ഡോർ വഴി ഇറങ്ങാൻ കഴിയില്ല. കാരണം തീ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളിൽ പുറത്തുനിന്നുള്ള ഓക്സിജന്റെ മറന്നിന് കിട്ടിക്കഴിഞ്ഞാൽ തീ മേലേക്ക് പോകുന്ന കാര്യം എനിക്ക് മനസ്സിലാക്കി. അപ്പൊ വണ്ടിന്റെ ഉള്ളിൽ ആകെ ഫയറാണ്. അപ്പൊ ആ മൂടി അങ്ങനെ തന്നെയാണ് അവിടെ വെച്ചിട്ട് കുട്ടികളുടെ വേഗം ഇറങ്ങിക്കുന്നത്. അപ്പൊ ഓളിങ്ങനെ എന്താണെന്ന് ഞാൻ രണ്ടാമത് തീരുമാനമാവും. പുഷ്പന്റെ ബാഗ് വരെ കത്തിപ്പോയി ഇന്നലെ. പുഷ്പയുടെ ബാഗ് കത്തി. എന്റെ മൊബൈൽ ഫോണിന് ഒരു സൈഡ് കരിഞ്ഞ് കത്തിന്റെ ഡിസ്പ്ലേ പകുതിയായിട്ട് നിൽക്കുകയാണ്. അത്ര ഭീകരമായിരുന്നു. കാരണം ഇതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല. ഈ വണ്ടി എന്തുണ്ടായാലും ശരി കത്തി അസ്ഥികൂടം മാതിരി ആവാൻ പോകാന്നുള്ളത് ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്. പുഷ്പക്ക് ഇന്നലെ രാത്രിയാണ് അതിന്റെ ഗൗരവം. പുഷ്പ ആലോചിച്ചിട്ട് പുഷ്പക്ക് പിടുത്തം കിട്ടില്ല. അത്രയും ദയനീയ അപകടമായിരുന്നു. പക്ഷെ ചെയർമാൻ വന്നു, സെക്രട്ടറി വന്നു, കുഞ്ഞിക്കാണ് മുൻ ചെയർമാൻ വന്നു, ഇവർക്ക് എല്ലാവരും സംയോജിതമായിട്ട് എല്ലാവരും വന്ന്, പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടല്ല ഏകോപിച്ചെല്ലാം എടുത്ത്. അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ആയയെയും അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല, നഗരസഭാ സെക്രട്ടറി എസ് സജീറുൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.
കൗൺസിലർ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പേജ് ന്യൂസ് പൊന്നാനി. തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. നേടാം തുണിത്തരങ്ങൾക്ക് 10% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. സാരികൾ, ചുരിദാറുകൾ, ലേഡീസ് കുർത്തീസുകൾ, കിഡ്സ് വെയറുകൾ, മെൻസ് വെയറുകൾ, കൂടാതെ പർദ്ദകൾ, മാക്സികൾ, ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ.